കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമായി നിന്നു എൻ്റെ പുന്നാരെ, മാമ്പഴമായി നിന്നു. ഇന്ന് നമ്മൾ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നത്. കുറച്ച് സംസാരവും ബഹളവും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങോട്ട് മാങ്ങ അച്ചാറിൻ്റെ പണി തുടങ്ങാം. കുറച്ച് വെളുത്തുള്ളി ഞാൻ അരിഞ്ഞ് തൊലിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയും കൂടെ വേണം. അപ്പോൾ ചോദിക്കുക അച്ചാറിന് ഇഞ്ചി ഇടുമെന്ന്. പക്ഷേ അച്ചാറിന് അധികം ഇട്ടില്ലെങ്കിലും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടാൽ ആ ഒരു മണം പ്രത്യേകതയായിരിക്കും. ഒരു അര ഇഞ്ച് നീളത്തിലും വീതിയിലും, അര ഇഞ്ച് കൊള്ളുന്നുണ്ട്, ഇത്ര ഇഞ്ചി മതിയായിരിക്കും. വെളുത്തുള്ളി വലുതാണ്, അതുകൊണ്ട് ഇത്രയും മതി. അപ്പോൾ ബാക്കിയുള്ള ഇഞ്ചിയൊക്കെ നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇനി കുറച്ച് പച്ചമുളക്, ഇത്രയും പച്ചമുളക് ഇരിക്കട്ടെ. അതിൻ്റെ തണ്ടിനെയൊക്കെ നമുക്കിതാ ഇങ്ങനെ പൊടിച്ച് കളയാം. പച്ചമുളകിൻ്റെ രുചി ഇച്ചിരി വേറെ തന്നെ അച്ചാറിൽ. പച്ചമുളകും മുളക് പൊടി എല്ലാം സമാസമം വേണം. അപ്പം ഞാൻ ഇതിനെ ഒന്ന് കഴുകിയിട്ട് വരാം. ഒരു വെള്ളത്തിൽ കഴുകി, ഒരു വെള്ളത്തിൽ പിന്നെ കുറച്ചും കൂടെ വൃത്തിയാവട്ടെന്ന് വെച്ച് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ച്, പിന്നെ നമ്മുടെ കട്ടിംഗ് ബോർഡിനെ ഇങ്ങോട്ട് എടുത്ത് വെച്ചു. ഇനി നമുക്ക് പച്ചമുളകിനെ ആദ്യം അങ്ങോട്ട് അരിഞ്ഞു കൊടുക്കാം. നല്ല പച്ചമുളകല്ലേ, പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ. ഒരു മാങ്ങ എടുത്ത് വായിലിടട്ടെ. ഞാനേ ഉപ്പും മാങ്ങയും കൂടെ രാവിലെ അരിഞ്ഞിട്ടിട്ടങ്ങ് വെച്ചേട്ടോ. അതുകൊണ്ട് അത് ഇച്ചിരി സോഫ്റ്റായി, ആ ഉപ്പും കൂടെ കയറിയോണ്ട് പുളിരസം വന്നുകൊണ്ട് കൊള്ളാം. കണ്ടേ, പച്ചമുളക് ഒരുമിച്ച് അങ്ങോട്ട് പിടിച്ചിട്ട് ചക 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 കണ്ടേ കുഞ്ഞു കുഞ്ഞായിട്ടങ്ങ് അരിഞ്ഞു. ഈ പച്ചമുളകിനകത്ത് ഈ പുളിയെല്ലാം കൂടെ കയറുമ്പോൾ വാ എന്താ ടേസ്റ്റ് എന്നറിയാം. പച്ചമുളകിൻ്റെ പണി കഴിഞ്ഞു. ഇനി ഇഞ്ചിയുടെ പരിപാടിയാണ് കേട്ടോ. ഇഞ്ചി ഞാൻ എപ്പോഴും ഇതിൽ തന്നെ കൊത്തി അരിയാനൊന്നും പോത്തില്ല. ഇച്ചിരി ഇഞ്ചിയുടെ ആവശ്യമുള്ളൂ. ഇഞ്ചി കഴിഞ്ഞു. ഇനി വെളുത്തുള്ളി. ഞാനെല്ലാം ഇങ്ങനെ കൊത്തി അരിയാനൊന്നും പോത്തില്ല. ഇതിനകത്തങ്ങ് കുസ് 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 അങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് എളുപ്പമാണ്, സത്തു ഇറങ്ങും. ജോലി തീർന്നതാണ്. അപ്പം ഇഞ്ചിയായി, വെളുത്തുള്ളിയായി, പച്ചമുളകായി. അപ്പോൾ കടുമാങ്ങ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഞാൻ താണ്ടെ സ്റ്റീൽ കടായിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് റൈസ് ബ്രാൻഡാണ് കേട്ടോ, പാം ഓയിലല്ല. ഇത് കടുകെണ്ണ. അച്ചാറിന് ഏറ്റവും കൂടുതൽ നാൾ കേടുകൂടാതിരിക്കുന്നത് ഏറ്റവും നല്ല എണ്ണ, അനുയോജ്യമായ എണ്ണ എന്ന് പറയുന്നത് കടുകെണ്ണയാണ്. അതുകൊണ്ട് ഞാൻ കടുകെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കടുകെണ്ണ ഒഴിച്ചു കൊടുക്കാം. മതി. കടുകെണ്ണയ്ക്ക് ഒരു പ്രത്യേകമുണ്ട്, വേറൊരു എണ്ണയും കണക്കല്ല. കടുകെണ്ണ നമ്മൾ ഇച്ചിരി കൂടുതൽ നേരം ചൂടാകണം. ചൂടായി നല്ല അതിൽ നിന്ന് മണം പൊങ്ങി വരണം, എന്ന് പറഞ്ഞാൽ പൊന്തി വരണം. അതായത് ആ മണം ഫുള്ള് വീട് മൊത്തം അടിക്കണം. അത്രയ്ക്ക് നല്ല രീതിയിൽ ചൂടായാൽ മാത്രമേ ഇതിൻ്റെ സ്മെല്ല് പോകത്തുള്ളൂ. ഇത് നമ്മളുടെ വീടിൻ്റെ അടുക്കളയുടെ ജനൽ വഴി നോക്കിയാൽ റോഡും ഇതൊക്കെ കാണാൻ കേട്ടോ. ചെറിയൊരു ഫുട്പാത്താണത്. നമ്മളിത് ഈ ഇട്ടിരിക്കുന്ന ജനലിൻ്റെ അവിടെ ഭയങ്കരമായിട്ട് കാറ്റ് വരും. അതുകൊണ്ട് കാറ്റ് വരാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ അടുക്കളയുടെ ജനലിൻ്റെ അടുത്ത് ഈ തുണി ഇട്ടിരിക്കുന്നത്. തുണിയിട്ട് മറിച്ചിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പാചകം ചെയ്യുമ്പോഴത്തേക്ക് നല്ല കാറ്റ് വരും. കണ്ടോ,
അപ്പം നമ്മുടെ എണ്ണ ചൂടായി, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അയ്യോ, കുറച്ചും കൂടെ ചൂടാവാനുണ്ടായിരുന്നു, അബദ്ധം പറ്റി. എന്താണെന്ന് അറിയാം, ക്യാമറ അടുത്ത് കൊണ്ടുവന്നപ്പോഴേ ഞാൻ തീ കുറച്ച് വെച്ചു, അത് മറന്നുപോയി. സാരമില്ല, ചൂടാവട്ടെ. കടുക് പൊട്ടിത്തുടങ്ങി മക്കളെ. ഇനി നമുക്ക് തീ കുറച്ച് വെക്കാം. ആദ്യം തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. വാവ്, പച്ചമുളക് എല്ലാം പൊട്ടി കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം.